ഷെഫിക്കെ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ച പോലെ നടക്കുകയാണെങ്കിൽ അഹങ്കാരം കൂടില്ല നിങ്ങൾക്ക്. നിങ്ങളൊരു ബിസിനസ് ആയിക്കോട്ടെ, പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും വിചാരിച്ച പോലെ നടക്കില്ല, ശരിയല്ലേ? ഇതിന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ സർക്കിൾ ഓഫ് കൺട്രോൾ ചലഞ്ച് എന്നൊരു തിയറി ഉണ്ട്. സർക്കിൾ ഓഫ് കൺട്രോൾ ചലഞ്ച് അതായത് ഇത്രയാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കണം. എല്ലാ കാര്യങ്ങളുടെയും കൺട്രോൾ നമ്മുടെ കയ്യിലല്ല. എക്സാമ്പിൾ ആയിട്ട് പറയാം, ഷഫീഖിൻ്റെ എക്സാമ്പിൾ പറയാം. ഷഫീഖിന് ഞാനൊരു എക്സാമ്പിൾ കാണിക്കും. ഇവിടെ ഞാൻ ഇത് നോക്കിയുള്ളൂ. അതൊരു 3 സർക്കിളിനെ വെച്ചുകൊണ്ട് നമുക്ക് പറയാം. അതായത് 3 സർക്കിൾ വെച്ചിട്ട്, അതായത് ഒരു സർക്കിള്, ഇതിന് ഇന്നർ സർക്കിൾ, അത് കഴിഞ്ഞിട്ട് ഒരു മിഡിൽ സർക്കിളും ഒരു ഔട്ടർ സർക്കിളും വരയ്ക്കുവാണ്. ഓക്കെ, ഇതിനകത്ത് ഈ ഇന്നർ സർക്കിൾ എന്ന് പറയുന്നത് സർക്കിൾ ഓഫ് കൺട്രോൾ. സർക്കിൾ ഓഫ് കൺട്രോൾ സർക്കിൾ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് സർക്കിൾ ഓഫ് കൺട്രോൾ, അതായത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഷഫീഖിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം. ഷഫീഖ് ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പേഴ്സണാണ്. നിങ്ങളൊരു ക്യാമറയിൽ ഭയങ്കര എക്സ്പെർട്ടൈസേഷൻ നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ക്യാമറ വയ്ക്കുന്നു, കറക്റ്റായിട്ട് എങ്ങനെയാണ് എങ്ങനെ പോർട്രേറ്റാണ് വേണ്ടത്, ലാൻഡ്സ്കേപ്പാണ് വേണ്ടത്, കണ്ണിന് എങ്ങനെ ഒപ്പിയെടുക്കണം, ഇതൊക്കെ നിങ്ങൾ ഇത്ര കാലം കൊണ്ട് എക്സ്പെർട്ടൈസേഷന് അതിഗംഭീരമായിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള കപ്പാബിലിറ്റി ഉണ്ട്. അതാണ് ഷഫീഖിൻ്റെ കൺട്രോളിലുള്ള കാര്യം. അതിന് പറയുന്ന പേരാണ് സർക്കിൾ ഓഫ് കൺട്രോൾ. ഇസ് ഇറ്റ് ഓക്കെ? സെക്കൻഡ് വൺ, മിഡിൽ സർക്കിൾ. മിഡിൽ സർക്കിൾ വരുന്നത് സർക്കിൾ ഓഫ് ചലഞ്ച്. അത് നിങ്ങൾക്കൊരു ചലഞ്ചാണ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങളുടെ പിള്ളേരോട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് 10 മണിക്ക് നാളെ കയറണം, ഇന്ന ടൈപ്പ് ഫോൺ ഉപയോഗിക്കണം, പോർട്രേറ്റ് ആയിരിക്കണം, ഇടയ്ക്ക് കട്ട് ചെയ്തിട്ട് ഒന്ന് സൂം ചെയ്യണം, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്തു എന്ന് കരുതുക. പിള്ളേരത് ചെയ്തു. പക്ഷെ നിങ്ങൾ വിചാരിച്ച പോലെ വരുന്നില്ല, നിങ്ങൾ വിചാരിച്ച കോണ്ടന്റ് വരുന്നില്ല, വിചാരിച്ച പോലെ വരുന്നില്ല. വിച്ച് ഇസ് കോൾഡ് ഔട്ട് ഓഫ് കൺട്രോൾ. അതായത് നിങ്ങളുടെ കൺട്രോളിനപ്പുറത്ത് ചലഞ്ച് ഉള്ളൊരു വിഷയമാണ്. നിങ്ങൾക്കൊരു ചലഞ്ചുണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇൻഫ്ലുവൻസ് ചെയ്യുക, പറഞ്ഞു കൊടുത്ത് പതുക്കെ ഡെവലപ്പ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് ഗൈഡ് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ ഒരു പോർഷനും കാര്യങ്ങൾ നടക്കുന്നില്ല, അതിനകത്ത് ഔട്ട് ഓഫ് കൺട്രോളായിട്ട് വരും. അതിന് പറയുന്ന പേരാണ് സർക്കിൾ ഓഫ് ചലഞ്ച്. ആൻഡ് തേർഡ് സർക്കിളിന് പറയുന്ന പേരാണ് സർക്കിൾ ഓഫ് കൺസേൺ. നിങ്ങളുടെ കൺട്രോളിലെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു, നിങ്ങൾ ഷഫീഖ് ചെയ്തു കൊടുത്തു, പിള്ളേര് ഭംഗിയായിട്ട് നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്ത് എഡിറ്റൊക്കെ എടുത്തു, ഇതെല്ലാം റെഡി, നാളെ 11 മണിക്ക് കയറുമെന്ന് പറയുകയാണ്. പക്ഷേ പിള്ളേർ രാത്രിക്ക് ഇരുന്ന് വർക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് കറണ്ട് പോയി, പവർ ബാക്കപ്പ് ഇല്ല, കുറേ പ്രശ്നങ്ങൾ, ഇന്ന് വിചാരിച്ച പോലെ നടക്കുന്നില്ല. ദാറ്റ് ഈസ് ഔട്ട് ഓഫ് യുവർ കൺട്രോൾ ആസ് വെൽ ആസ് യുവർ ടീം കൺട്രോൾ. ഇങ്ങനെയുള്ള കൺസേൺസ് ഉണ്ടാകും, ശരിയല്ലേ? അപ്പോൾ ഒരു കാര്യം നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ദിസ് ഈസ് യുവർ ഫെയിലിയർ എന്ന് പറയുന്നതിന് പകരം കുറച്ച് കാര്യങ്ങൾ നിങ്ങളുണ്ടാവും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, എന്നിട്ട് ടീമിനെ വേണ്ട വിധത്തിൽ മോട്ടിവേറ്റ് ചെയ്യുക, ഗൈഡ് ചെയ്യുക, ഇൻഫ്ലുവൻസ് ചെയ്യുക. തേർഡ് വൺ, പവർ ഫെയിലിയർ ഉണ്ടാകുമെന്ന് കണ്ടിട്ട് അത് നാളെ സംഭവിക്കാതിരിക്കാൻ പവർ ബാക്കപ്പിനുള്ള സജ്ജീകരണങ്ങൾ നെക്സ്റ്റ് എൻവയറമെൻറ്റിൽ, നെക്സ്റ്റ് ഈവൻറ്റിൽ ഒരുക്കുക. ഈ 3 കാര്യങ്ങളെ പറയുന്ന പേരാണ് സർക്കിൾ ഓഫ് കൺട്രോൾ ചലഞ്ച്. ക്ലിയർ ആണോ ഷഫീഖെ?